കോൺഗ്രസ് എംപിമാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കാണും. രാഹുൽ ഗാന്ധിക്കെതിരായ സ്പീക്കറുടെ ശകാരത്തിൽ വീണ്ടും പ്രതിഷേധം അറിയിക്കും. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ ഇടപെടുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത് വ്യക്തിപരമായിട്ടാണെങ്കിലും പ്രിയങ്ക ഗാന്ധി നമുക്കറിയാവുന്നതാണ്. സത്യപ്രതിജ്ഞാ ദിവസം പ്രിയങ്കയെ എങ്ങനെയാണ് രാഹുൽ ആനയിച്ചു കൊണ്ടുവന്നത് എന്നടക്കമുള്ള ഇതൊക്കെ എപ്പോഴും കാണുന്ന ഒന്നാണ്. അതിൽ സ്പീക്കറുടെ ഒരു ശകാരത്തിലേക്ക് വഴിവെച്ചതിൽ കൃത്യമായി കോൺഗ്രസ് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അത് സ്പീക്കറെ നേരിട്ട് അറിയിക്കാൻ കൂടി കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. എന്താണ് നീക്കങ്ങൾ? എന്തിനാണ് ശകാരിക്കുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസും കോൺഗ്രസിലെ എം പിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ഉയർത്തുന്നത്. ഒരു സഹോദരങ്ങൾ തമ്മിൽ സ്നേഹപ്രകടനം നടത്തിയതിന് എന്ത് പ്രശ്നമെന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഇതേ ചോദ്യം ഇന്നലെ സ്പീക്കറെ കണ്ട് ചോദിച്ചതാണ്. പക്ഷേ സ്പീക്കർ തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ല എന്നാണ് ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത നേതാക്കൾ പറയുന്ന കാര്യം. എന്തായാലും ഇന്ന് വീണ്ടും സ്പീക്കറെ കാണും. എന്നിട്ട് എന്തിനാണ് ഈ നിലയിൽ ഇടപെടുന്നത്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ചോദ്യവും ചോദിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളിൽ സംസാരിക്കാൻ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ, കുംഭമേള തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എഴുന്നേറ്റിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ താല്പര്യമുണ്ടായ ഒരു വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ എഴുന്നേറ്റിരുന്നാൽ അവസരം കൊടുക്കാറാണ് പൊതുവെ പതിവ്. രാജ്യസഭയിൽ അങ്ങനെ ഒരു പതിവ് നമ്മൾ ഇന്നലെയും കണ്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം നൽകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് സ്പീക്കർ പോകുന്നു എന്ന രണ്ട് ചോദ്യങ്ങളാണ് കോൺഗ്രസ് എംപിമാർക്ക് മുന്നിലുള്ളത്. അത് രണ്ടും ഇന്ന് വീണ്ടും സ്പീക്കറോട് ചോദിക്കും കോൺഗ്രസ് എംപിമാർ.